100 years ago കൊക്കൈനും ഹെറോയിനും ഉൾപ്പെടെ ഉണ്ടായിരുന്ന കമ്പോണൻസ് ഒന്നും ചുമയുടെ മരുന്ന് കൊണ്ടാണ്. ചുമ നിൽക്കുന്നതിന്റെ കൂടെ ശ്വാസം നിന്ന് പോയതുകൊണ്ട് നമ്മളിപ്പോൾ അത് 100 കൊല്ലമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ ഇരിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഒരു ചുമ വരിക എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ജലദോഷമില്ല, പനിയില്ല, പെട്ടെന്ന് ചുമ മാത്രം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കോസസ് പറ്റി ചിന്തിക്കാം. എന്താണ് കോഫിന്റെ പാറ്റേൺ? ഇപ്പൊ പുതിയതായിട്ട് കണ്ടതാണോ? സീസൺ ചേഞ്ച് ചെയ്തിട്ട് തുടങ്ങിയ കോഫാണോ? അതോ മൂത്ത സിബ്ലിംഗ്, യൂഷ്വലി അവരാണ് കോൾഡിന്റെ ഒരു വെക്ടർ എന്ന് പറയുന്നതല്ല, സ്പ്രെഡ് ചെയ്യുന്ന ആള്. സ്കൂളിൽ പോയി ആ കുട്ടിക്ക് കോൾഡ് കഴിഞ്ഞ ആഴ്ച ഉണ്ടാകും, ഈ കുട്ടിക്ക് കോൾഡ് ഉണ്ട്, കോഫ് ഉണ്ട്. വളരെ ഹെൽത്തി ആയിട്ടൊരു കുട്ടീനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പാരന്റിന് കീപ്പ് ഇൻ മൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ വി ഹാവ് ടു തിങ്ക് ദിസ് ആർ 3 മേജർ പോയിന്റ്സ് ടു കീപ്പ് ഇൻ മൈൻഡ്, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ എന്തായിരിക്കും? നമസ്കാരം. ഇന്ന് നമ്മൾ ഹെൽത്തി ഫ്ലിക്സ് ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുന്നത് വിജയ് സരഫ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അരുൺ ആണ്. അരുൺ ഒരു പീഡിയാട്രിഷ്യൻ ആണ്. സർ ഓൾസോ ജനത ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമസ്കാരം. ഓക്കെ, സോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുട്ടികളിലുള്ള ഒരുപാട് പനി, ചുമ, ജലദോഷം ഭയങ്കര കോമൺ ആണ്. മേ ബി ഡോക്ടർക്ക് വരുന്ന ഒരുപാട് കേസുകളിലും ആ ഒരു ടൈപ്പ് ഓഫ് കേസസ് ഒരുപാട് കൂടുതലായിരിക്കാം. അപ്പോൾ എപ്പോഴായിരിക്കും നമ്മളിപ്പോൾ എല്ലാ പനി ജലദോഷത്തിനും കൂടി ചുമ എപ്പോഴും വരുന്നൊരു കാര്യമാണോ, അതോ ഈസ് ഇറ്റ് ലൈക്ക് ഒരു പെർട്ടിക്കുലർ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് നമ്മൾ എപ്പോഴായിരിക്കും കുറച്ചുകൂടി കോൺഷ്യസ് ആവേണ്ടത്? അത് എപ്പോഴായിരിക്കും ഒരു ഡോക്ടറെ നമ്മൾ സമീപിക്കേണ്ടി വരുന്നത് ഒരു പാരന്റ്? അപ്പോൾ ഈ ചുമ എന്നുള്ളത് ഒരു ജലദോഷം, അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ളൊരു ഇൻഫെക്ഷന്റെ സിംറ്റമായിട്ടാണ് നമ്മൾ യൂഷ്വലി കാണാനുള്ളത്. അപ്പൊ അതിന് സീസണൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. യൂഷ്വലി ഒരു ഏജ് ബ്രാക്കറ്റിലുള്ള കുട്ടികളാണ് കൂടുതൽ കാണുന്നത്. അപ്പം സ്കൂൾ ഗോയിങ് ഏജ്, എക്സ്പോഷർ കൂടുതലുണ്ട്, അങ്ങനെ കണ്ടുവരാണ്. അപ്പം ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് ആണ് യൂഷ്വലി ജലദോഷം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ ജലദോഷം, ഇംഗ്ലീഷിൽ കോൾഡ് എന്നുണ്ട്. രണ്ടുമായിട്ട്, ജലവും കോൾഡുമായിട്ട് വലിയ ബന്ധമില്ല, നമ്മൾ വിളിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അപ്പർ റെസ്പിറേറ്ററി, മൂക്കും വായുമായിട്ട് സംബന്ധമായ കുറെ സിംറ്റംസ് കാണുന്നു. അതിന്റെ കൂടെ തൊണ്ടയിലുള്ള ഇറിറ്റേഷൻ കാരണം ഒരു കോഫ് എന്നുള്ള സിംറ്റം കാണുന്നേ ഉള്ളൂ. സോ കോഫ് ഇസ് ഓൺലി എ എക്സ്റ്റേണൽ സിംറ്റം, ഇറിറ്റേഷൻ കാരണം. ജനറലി ഒരു കോൾഡ്, ഈ ജലദോഷം എന്നുള്ള അറൌണ്ട് 1 week ഓഫ് സിംറ്റംസ് ആണ് ഞങ്ങൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത്. പേരൻസ് ഞങ്ങൾ കഴിയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പം അതിനകത്ത് ചുമ മേ സ്റ്റാർട്ട് അറ്റ് ദ ബിഗിനിങ്, ചുമ മേ സ്റ്റാർട്ട് സംവെയർ ഇൻ ദ മിഡിൽ. അൺഫോർച്ചുനേറ്റ്ലി ബാക്കി സിംറ്റംസ് പോയാലും, പനീന്റെ മൂക്കൊലിപ്പ് എന്നൊക്കെയുള്ള സിംറ്റംസ് പോയാലും, തൊണ്ടവേദന, ഈ ചുമ എന്നുള്ള ഒരു ഇറിറ്റേറ്റീവ് കോഫ് ആസ് പാർട്ട് ഓഫ് ദ ഹീലിംഗ് പ്രോസസ് മേ ബി 1 or 2 more weeks. നോർമലി നോർമൽ ചൈൽഡ് ഇറ്റ് കൻ ലാസ്റ്റ്. അപ്പം ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് എ കൺസേണിങ് സിംറ്റം. ജനറലി ഞങ്ങൾ പറയുന്ന ഡേഞ്ചർ സിംറ്റംസ് ആയിട്ട് നമ്മൾ കാണുന്നത് എവറി കോൾഡ്, എവറി ജലദോഷം നമ്മൾ വിട്ടുമാറാത്തവരെ ഹൈ ഫീവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പാരസെറ്റമോൾ അങ്ങനെയുള്ള ഫീവർ റെഡ്യൂസിങ് മെഡിസിൻസ് കൊടുത്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടിക്ക് ഇൻടേക്ക്, ഫ്ലൂയിഡ് ആൻഡ് ഫുഡ് ഇൻടേക്ക് വേണം എപ്പോഴും. അപ്പൊ അതിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള ജലദോഷമാണ്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. പിന്നെ ഓഫ് കോഴ്സ് ഏജിന്റെ അനുസരിച്ച് ഇപ്പം 10-year-old ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ വിൽ ബി ലെസ് കൺസേൺ ബിക്കോസ് ദേ കൻ ടെൽ us, we can persuade them to eat, take medicine and eat. പക്ഷെ ഒരു വയസ്സുള്ള കുട്ടി ഡെഫിനറ്റ്ലി ഡിഫറെന്റ് ബോൾ. അപ്പൊ അതൊരു അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുമ എന്നുള്ള ജസ്റ്റ് ദാറ്റ് സിംറ്റം. ഒരു പാരന്റ് എന്നുള്ള നിലയിൽ, ഞാൻ പീഡിയാട്രിഷ്യൻ മാത്രമല്ല, ഞാൻ ഒരു പാരന്റ് കൂടെയാണ്. അപ്പൊ പാരന്റ് എന്നുള്ള നിലയിൽ നമുക്ക് ഭയങ്കര ഒരു കൺസേണിങ് അല്ല, നമ്മൾ വറി ചെയ്യുന്ന ഒരു സിംറ്റമാണ്. ബിക്കോസ് ഇറ്റ് ലാസ്റ്റ് ലോങ് ടൈം. അപ്പൊ ഇനിഷ്യലി ഒരു മ്യൂക്കസ് അല്ലെങ്കിൽ കഫം ഉള്ള ഒരു വെറ്റ് ടൈപ്പ് ഓഫ് കോഫിംഗ് ആയിരിക്കും എല്ലാ കുട്ടികൾക്കും യൂഷ്വലി ഉള്ളത്. അപ്പം അത് ഇവോൾവ് ചെയ്ത് അറൌണ്ട് ദാറ്റ് 1 week മാർക്ക് നമ്മൾ ഡ്രൈ കുത്തിയുള്ള ചുമ എന്നുള്ള രീതിയിൽ നമ്മൾ കേൾക്കാറുണ്ട്, പേരൻസിന് പറയാറുണ്ട്. അപ്പൊ അതൊരു നാച്ചുറൽ ഇവല്യൂഷന്റെ ഭാഗമാണ്. അത് ഓൾ ഡേ എന്നുള്ള മാറി നൈറ്റ് ടൈം മാത്രം, പിന്നെ വൺസ് ഇൻ എ വൈൽ എന്നുള്ള ചുമ. പക്ഷെ ഇതൊന്നും കുട്ടിയുടെ ആക്ടിവിറ്റിയെ യൂഷ്വലി എഫക്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് വേർ പേരൻസ് ഹെൽപ്പ് മീ. ആക്ടിവിറ്റി എങ്ങനെയുണ്ട്, ചിരിക്കുന്നുണ്ടോ, കളിക്കുന്നുണ്ടോ, ഡെയിലി ആക്ടിവിറ്റീസ് എഫക്ട് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ ജനറലി ഇങ്ങനത്തെ കോഫ്സ് അതിന്റെ വറീസ് നടക്കുന്നത്. ഓഫ് കോഴ്സ് കോഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് കോസസ് ഉണ്ട്. ഒരു ജലദോഷത്തിന്റെ കൂടെ മാത്രം തുടങ്ങി ആ ജലദോഷം കഴിഞ്ഞ് അറൌണ്ട് 1 to 2 weeks നിൽക്കുന്ന കോഫ് ആണെന്നുണ്ടെങ്കിൽ അത് വറീസമല്ല. ഈ വറീസം സിംറ്റംസ് വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ പുതിയതായിട്ടൊരു പനി വരുന്നു, നെഞ്ചുവേദന വരുന്നു, ഇതിന്റെ ആക്ടിവിറ്റി എഫക്ട് ആവുന്നു, ഡെഫിനറ്റ്ലി നിങ്ങളുടെ പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പേഷ്യന്റിനെ കണ്ട് എക്സാമിൻ ചെയ്ത് പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആക്യുറേറ്റ് ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റും. പറ്റിയെന്ന് വരത്തില്ല, എത്താൻ പറ്റും.
അപ്പൊ അതാണ് കോഫിനെ കുറിച്ച്. ഓഫ് കോഴ്സ് ആസ്മ, അലർജീസ്, പിന്നെ ഫോറിൻ ബോഡീസ്. കുട്ടികൾ പെട്ടെന്ന് വീഴിക്കഴിഞ്ഞാൽ ഒരു ഇറിറ്റേറ്റീവ് കോഫായിട്ട് ചിലപ്പോൾ നമുക്ക് കേട്ടെന്ന് വരും. പക്ഷേ ഇറ്റ് യു ഹാവ് ദീസ് എറ്റിപ്പിക്കൽ സിംപ്റ്റംസ്, ഡ്യൂറേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഹൗ ഇറ്റ് സൗണ്ട്സ്. ചുമയുടെ സ്വരം കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ ഇരിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഒരു ചുമ വരിക എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ജലദോഷമില്ല, പനിയില്ല, പെട്ടെന്ന് ചുമ മാത്രം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കോസസ് പറ്റി ചിന്തിക്കാം. ഓക്കെ. ഇപ്പോൾ സാറ് പറഞ്ഞു പല തരത്തിലുള്ള ചുമകളുണ്ട്. ഇപ്പോൾ ഈ അലർജിക് കോഫ് കുട്ടികളിൽ മാത്രമല്ല അഡൾട്ട്സിലും കാണുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴായിരിക്കും ഇപ്പോൾ ഒരു കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന ഏജിൽ ഈ കുട്ടിക്ക് അലർജിക് കോഫ് തന്നെയാണോ, അല്ലെങ്കിൽ ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് എ ഇൻഫെക്ഷൻ ലൈക്ക് യു സെഡ്? അപ്പോൾ അതിൻ്റെ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? വാട്ട് പ്രോംപ്റ്റഡ് ദാറ്റ് പാരന്റ്? ലോകത്തിലെ ആ ഒരു കുട്ടിയെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 2 പേര് എന്തോ വ്യത്യാസമുണ്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഞങ്ങളുടെ ആന്റിനെ പോകും. ഓക്കെ, എന്താണ് ഇവരുടെ കൺസേൺ എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോഴും. അപ്പം എന്താണ് കോഫിന്റെ പാറ്റേൺ? ഇപ്പൊ പുതിയതായിട്ട് കണ്ടതാണോ, സീസൺ ചേഞ്ച് ചെയ്തിട്ട് തുടങ്ങിയ കോഫാണോ, അതോ മൂത്ത സിബ്ലിംഗ്, യൂഷ്വലി അവരാണ് കോൾഡിന്റെ ഒരു വെക്ടർ എന്ന് പറയുന്നതല്ല, സ്പ്രെഡ് ചെയ്യുന്ന ആള്. സ്കൂളിൽ പോയി ആ കുട്ടിക്ക് കോൾഡ് കഴിഞ്ഞ ആഴ്ച ഉണ്ട്, ഈ കുട്ടിക്ക് കോൾഡ് ഉണ്ട്, കോഫ് ഉണ്ട്. ഓക്കെ, നമുക്ക് എഗൈൻ വി കൻ ടോക്ക് അബൌട്ട്. പക്ഷേ സീസൺസ് ചേഞ്ച് ചെയ്തു, വീട്ടിലുള്ള എല്ലാവർക്കും തുമ്മലും ചുമയും മൂക്കൊലിപ്പും ഒക്കെ ഉണ്ട്, ഈ കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രായമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലർജിയുടെ കാര്യം കൂടെ എപ്പോഴും ആ ഒരു കമ്പോണന്റ് ആയിട്ട് ചിന്തിക്കും. ജലദോഷം ഉണ്ടെങ്കിലും അലർജീസ് കൂടെ വരാൻ പാടില്ലെന്ന് വരില്ല, അൺഫോർച്ചുനേറ്റ്ലി. അപ്പം ഒരു മൾട്ടി കമ്പോണന്റ് ആയിട്ട് കോസറ്റീവ് ഫാക്ടേഴ്സ് ഉള്ള കോഫികളും അപ്പം കണ്ട് എക്സാമിൻ ചെയ്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടിനെ പറ്റി സംസാരിക്കും. ഇത് ഈ കോഫ് കാരണമുള്ള, ഈ ജലദോഷം കാരണമുള്ള കോഫും അത് കഴിഞ്ഞിട്ട് അലർജി കാരണമുള്ള കോഫ് കുറച്ച് നാളെ കാണുന്നൊക്കെയുള്ള കൗൺസിൽ ചെയ്യാനുള്ള ജനറലി അതാണ്. പിന്നെ ഓഫ് കോഴ്സ് ഫിസിക്കൽ എക്സാമിനേഷൻ യൂസസ് ലോട്ട് മോർ ഇൻഫർമേഷൻ. ഓക്കെ. ഇപ്പോൾ ചില പാരൻസ് ചിലർ ഡയറക്റ്റ്ലി ഒരു ഡോക്ടറെ പോയി കാണിക്കാതെ ചുമയുടെ മെഡിസിൻസ് ചിലപ്പോൾ ഒരു നോർമൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലുള്ളൊരു അപകടം എന്താണ്? സോ 1-2 കാര്യങ്ങൾ. പാരന്റ്സ് ആർ പ്രൈമറി കെയർ ടേക്കേഴ്സ്. അപ്പം ചില കാര്യങ്ങൾ ചില പാരന്റ്സ് ചെയ്യുന്നതിന്റെ ഉദ്ദേശശുദ്ധി ഞാൻ എപ്പോഴും മനസ്സിലാക്കിയത് അപ്രീഷിയേറ്റ് ചെയ്യാറാണ്. പനി ഉണ്ടായിരുന്ന പാരസെറ്റമോൾ കൊടുത്തു, വെരി ഗുഡ്, യു മേഡ് മൈ പേഷ്യന്റ് മോർ കംഫർട്ടബിൾ. ചുമയുടെ കാര്യത്തിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ പാരന്റ്സിന്റെ ഉള്ളിൽ ഒരു സംതിങ്സ് ഡിഫറെന്റ് ശരിയാവുന്നില്ല എന്നുള്ള തോന്നുമ്പോഴാണ് അവർ കൊണ്ടുവരാറ്. ദാറ്റ് ഇസ് ദ റൈറ്റ് ടൈം ടു ബ്രിങ് ദ പേഷ്യന്റ്. പക്ഷേ ചുമയുടെ മരുന്ന് എന്നുള്ള നമ്മളൊരു സിംഗിൾ അംബ്രല ടേമില് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ചുമയുടെ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ചുമയ്ക്ക് യൂസ് ചെയ്യുന്ന മരുന്നുകൾ പല വിധമുണ്ട്. 100 years ago കൊക്കൈനും ഹെറോയിനും ഉൾപ്പെടെ ഉണ്ടായിരുന്ന കമ്പോണൻസ് ഉണ്ടാകുന്ന ചുമയുടെ മരുന്നുകൊണ്ടാണ്. ചുമ നിൽക്കുന്നതിന്റെ കൂടെ ശ്വാസം നിന്ന് പോയതുകൊണ്ട് നമ്മളിപ്പോൾ അത് 100 കൊല്ലമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പം അത്രയും ഡേഞ്ചറസ് അല്ലെങ്കിലും സിമിലർലി ഫങ്ഷൻ ചെയ്യുന്ന മരുന്നുകൾ, കോഫ് സപ്രസൻസ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്, വിച്ച് ഇസ് നോട്ട് സേഫ് ഇൻ സം ഏജ് ഗ്രൂപ്പ്സ്. പിന്നെ സ്വന്തമായിട്ട് മേടിക്കുമ്പോൾ എവറി മെഡിസിൻ ഐഡിയലി ഒരു മെഡിക്കൽ സൂപ്പർവിഷനിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതും എടുക്കേണ്ട മരുന്നുകളാണ്. പ്രത്യേകിച്ച് കോഫ് മെഡിസിൻസ് ഇൻ സം ഏജ് ഗ്രൂപ്പ്സ് നമ്മൾ എപ്പോഴും ഒരു സൂപ്പർവിഷനോടെ അറ്റ് വാട്ട് ഡോസ്, ഹൗ മെനി ടൈംസ് ഡേ, എത്ര ദിവസം ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ ഡോക്ടറിനെ കാണണം എന്നൊക്കെ ഉള്ളത് എപ്പോഴും ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ സൂപ്പർവിഷൻ ഓർ അഡ്വൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓഫ് കോഴ്സ് സേഫ് ഫോർ ദ പേഷ്യന്റ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പാരന്റ്സിനും ഞങ്ങൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും ഹെൽത്ത് ഓഫ് ദ പേഷ്യന്റ് ആണ് നമുക്ക് വേണ്ടത് ഇൻ എ സേഫ് ഫാഷൻ. ഇപ്പം 2 പേരും ഒരിക്കലും കുട്ടി അൺഹെൽത്തി ആണോ അതുകൊണ്ടാണ് മരുന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അൺസേഫ് ആവണം എന്ന് പറഞ്ഞാൽ ഒരു പാരന്റ് മരുന്ന് കൊടുക്കില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ചില കേസസിൽ അങ്ങനെ എൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ പാരൻസിന് ഒരു കൺസേൺ ഉള്ളത് വാക്സിൻസിൻ്റെ കാര്യത്തിലാണ്. പല വാക്സിൻസ് അവൈലബിൾ ആണ്. അതിൽ ഒരു ഡെവലപ്പിംഗ് കുട്ടീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി പല കാരണങ്ങളും വാക്സിൻ കൊണ്ട് നമുക്ക് തടയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വാക്സിൻസിനെ കുറിച്ചുള്ള സാറിൻ്റെ ഒരു ഐഡിയ എന്താണ്? അതായത് ഏതൊക്കെ വാക്സിൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ഒരു ഏജ് ഗ്രൂപ്പിൽ, അത് എടുത്തില്ലെങ്കിൽ അതിൽ വരുന്നുണ്ടാവുന്ന ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ദ വാക്സിൻ എന്തായിരിക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ വാക്സിൻസിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുന്നുണ്ടോ? അപ്പോൾ ഫുഡ് കഴിഞ്ഞാൽ ഐ തിങ്ക് പീഡിയാട്രിക് ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോങ് ടേം പീഡിയാട്രിക് ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വാക്സിനാണ്. വാക്സിൻസ് ജനറലി ചെയ്യുന്നത് ഏറ്റവും ബേസിക് ആണ്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എനി സയന്റിഫിക് ഇതൊന്നല്ല. ബേസിക്കലി ഇറ്റ് ഇസ് എ ലെസൺ ഫോർ യുവർ ബോഡി. ഇറ്റ് ഇസ് ഗിവൺ ഇൻ മെനി വേസ്. സോ യുവർ ഇമ്മ്യൂൺ സിസ്റ്റം, this is a sample of the disease. Learn to fight it and remember how you fought it, because when the actual thing comes, you'll be prepared. പല അസുഖങ്ങളിലും പ്രശ്നം വരുന്നത് ഇറ്റ് ഇസ് നോട്ട് യുവർ ബോഡീസ് ഇന്നബിലിറ്റി ടു ഫൈറ്റ്,
It is the time it takes to build up that ability. And if you have it ready-made and beforehand and your body remembers, it is better. Pediatric health ഏറ്റവും dramatic changes കൊണ്ടുവന്നിട്ടുള്ളത് on a population level. One of the major successes that pediatricians are proud of is vaccination campaigns. And the dramatic change it has made in the number of cases you see. My generation, I have seen people who had polio, who have braces on their legs. You don't see them anymore. Not because they've passed away, but you don't see new cases anymore. Primarily because our oral polio vaccine initiative has been tremendously successful. And it is stupendously successful. We have eradicated polio. We still have an amazing surveillance program still running. Until polio is eradicated from the world, നമുക്ക് നിർത്താൻ പറ്റില്ല. One person slipping up can cause an entire country to have polio, and then it spreads. But that is one disease I'm talking about. We are talking about many diseases that we give vaccinations for in different ways. കുട്ടികൾക്ക് problem is their immune system is immature in a way and inexperienced. അപ്പോൾ experienced immune system ഉള്ള ആൾക്ക് ഉള്ള capacity to fight and ability to make those antibodies and fight an infection is very different from a child who's 2 months old or 3 months old. So as early as it is possible, as safe as possible is when we give the vaccine. And it's a very accepted vaccine schedule that we have. So the idea is to make sure our children are safe. And as far as I know, ലോകത്തിൽ തന്നെ ഇത്രയും ആൾക്കാരും ഇത്രയും പ്രാവശ്യം കൊടുത്തിട്ട് ഇത്രയും സേഫ് ആയിട്ടുള്ള വേറെ ഒരു മെഡിക്കൽ തെറാപ്പി ഹാർഡ് ടു കണ്ടക്ട്. സോ വാക്സിൻസ് ആർ വെരി സേഫ്. നൗ നോ മെഡിസിൻ ഇസ് വിത്തൗട്ട് ഇറ്റ്സ് effects, rare effects and side effects. No medicine. If you think of water as a medicine, if you drink too much water, you can get sick. If you drink more water than that, you can end up dying. So even something as life-giving as water can cause you to die also. So vaccines have a problem, but the thing is, it is documented. Every vaccine is injectable vaccines. If you inject a child, the child will cry. Pain while the vaccine is given, and pain at the injection site is an accepted effect of the vaccine because that's the way we can give it as best as possible. There are some vaccines that are oral, some that are injectable. So some things we have to accept as part of giving the vaccine. Now vaccines are not a static thing. Vaccines are always getting better. We used to have different vaccines for different diseases. Now that are combined into a single vaccine, a single injection. So we have reduced the number of injections. Vaccines that used to have significant side effects, we've modified them so that they produce the same effect while decreasing the actual problems of the child can have. Pain, fever the next day. So a lot of these things we don't see with vaccinations nowadays. Personally, and as a pediatrician, the recommendation would be vaccines available ആയിട്ടുള്ള എല്ലാ ഡിസീസസിനും കുട്ടികൾക്ക് വാക്സിനേഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. Because my duty is their health, their long-term health. Same thing, I think parents would also understand and accept when we recommend one thing. Yeah. അപ്പോൾ ഈ ഇപ്പോൾ സാർ പറഞ്ഞ സൈഡ് എഫക്ട്സ് ക്യാൻ ബി ദർ. ഇപ്പോൾ ചില കുട്ടികൾക്ക് വാക്സിൻ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പനി വരുന്നതായിട്ട് ഉണ്ട്. അത് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണോ അതോ നമ്മുടെ ബോഡി അതിന് വേണ്ടി എന്താണ് ആ ഒരു പനിക്കുള്ള ഒരു റീസൺ തോന്നുന്നത്? നേരത്തെ മെൻഷൻ ചെയ്ത പോലെ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ലെസൺ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ it arrives to the site of infection, looks at what's going on, it is something foreign, we need to fight it. So ആ ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രിലിമിനറി ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് സംടൈംസ് പെയിൻ കാണുന്നതും നെക്സ്റ്റ് ഡേ ഉള്ള ഫീവർ കാണുന്നതല്ല. അപ്പം ഇമ്മ്യൂണോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഇസ് എൻ എഫക്ട് വി സി ആൻഡ് വി ആർ ഹാപ്പി അബൌട്ട്. ഓഫ് കോഴ്സ് പെയിൻ അല്ലെങ്കിൽ പനി കാരണം കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ചുള്ള മെഡിസിൻസ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ പനി വരുന്ന ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് എ ഡേഞ്ചറസ് തിങ് അൺലെസ് ഇറ്റ് ഇസ് ഹാർഡ് ടു കൺട്രോൾ. So it is an accepted effect of the vaccine that you see. Side effects എന്നുള്ളത് sometimes you see because of various reasons. You can be medicated part മാത്രമല്ല, there are non-medicated parts to an actual injection. That injection manufacturer തൊട്ട് അവസാനം കിട്ടുന്നവരെ പ്രിസർവ് ചെയ്യാൻ
അതിനൊക്കെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നു, വിച്ച് ആർ ഓൾവേസ് ബീങ് മോണിറ്റേർഡ് ആൻഡ് മോഡിഫൈഡ്. സം പീപ്പിൾ ക്യാൻ ബി അലർജിക് ടു എ കമ്പോണന്റ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇറ്റ്സ് വെരി വെരി ക്ലോസ്ലി മോണിറ്റേർഡ്, ഇറ്റ്സ് ഓൾവേസ് ലുക്ഡ് അറ്റ്, റിപ്പോർട്ടഡ്, and changes are being made all the time. So it is not like I said, it's not a static thing. ഏറ്റവും ബെസ്റ്റ് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് that the body can remember for the longest time in the safest possible manner. ഓക്കെ. അതുപോലെ തന്നെ ചില കുട്ടികൾ പല തരങ്ങളിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല, പിക്കി ഈറ്റർ ആണ്, അങ്ങനെ പറയുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ അത് ആസ് എ പീഡിയാട്രിഷ്യൻ സാറിന് എന്താണ് ആ പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്? ഞാൻ ഡെയിലി ഒരു 3-4 പ്രാവശ്യമെങ്കിലും കേൾക്കുന്ന കൺസേൺ ആണ്. ആൻഡ് ഇറ്റ് ഇസ് വെരി വെൽ ഫൗണ്ടഡ്. കാരണം അത് അങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം ആ പാരന്റ് ഇസ് ഡൂയിങ് ദെയർ ഡ്യൂട്ടി. അതായത് കുട്ടിയെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വറി ചെയ്യാന്നുള്ളത്. ലോട്ട് ഓഫ് ടൈംസ് വറീസ് ആർ അൺഫൗണ്ടഡ്. മെറ്റേണൽ അല്ലെങ്കിൽ പാറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് കാര്യമാണ് കുട്ടി കഴിക്കുന്നില്ല. കാരണം അതാണ് നമ്മുടെ ജോലി സെറ്റിൽ പറഞ്ഞു വരുമ്പോൾ. ഒരു അറൌണ്ട് 2 years, ഈ ടെറിബിൾ 2 എന്നൊക്കെ ഞങ്ങൾ കളിയാക്കി പറയുന്നതിന്റെ ആ സമയത്ത് കുട്ടികൾ സ്റ്റാർട്ട് അസെറ്റ് ദർ ഇൻഡിപെൻഡൻസ്, ദർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഇത് കുറേയൊക്കെ പുറത്തോട്ട് ബാഹ്യമായി കാണിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് തുടങ്ങുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ആൻഡ് അറൌണ്ട് 9, 10, 11, 12 ഡിപ്പെൻഡിങ് ഓൺ ദ ചൈൽഡ് ആ ഒരു പിക്കിനെസ് ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഓവറോൾ നമ്മൾ കുട്ടികളെ പീഡിയാട്രിഷ്യൻസ് കാണുമ്പോഴത്തേക്കും മിനിമം ഞങ്ങൾ വെയിറ്റ് എങ്കിലും വേണം. ഇറ്റ് ഇസ് വെരി ഈസി ടു പ്ലോട്ട് ഓൺ എ ഗ്രോത്ത് ചാർട്ട്. ഇന്ത്യൻ അക്കാഡമി പീഡിയാട്രിക്സിന്റെയും WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും ഗ്രോത്ത് ചാർട്ട്സ് ഉണ്ട് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ ചിൽഡ്രൻ അറ്റ് ഡിഫറെന്റ് ഏജസ്. അപ്പൊ അതിനകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈവൻ പിക്കി ഈറ്റേഴ്സ് ആർ ഗ്രോയിങ് അക്കോർഡിംഗ് ടു ദർ ഓൺ ഗ്രോത്ത്. സ്റ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കർവ് ആയിരിക്കും, ബട്ട് ദേ ആർ ഗ്രോയിങ് ഓൺ ദർ ഓൺ ഗ്രോത്ത് ആൻഡ് ഗ്രോയിങ്. അപ്പം ചില സമയത്ത് ഇത് വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് വി ആർ ഏബിൾ ടു പ്ലോട്ട് ഇറ്റ്. 1 വാല്യൂ ആണെങ്കിൽ വി ആർ ഏബിൾ ടു ഷോ പാരൻസ് ദേ ആർ സ്റ്റിൽ ഇൻ എ ഹെൽത്തി പ്ലേസ് which we want them to. Picky eaters ആണെങ്കിലും somehow they manage to get enough calories and nutrition that they are still healthy and growing and very energetic. So that is usually what we look at. Are they growing? Are they healthy? And are they energetic and playful? Can they perform their activities of daily living? Just basically play, hopefully go to school and learn. And again, they're able to do it. Pickiness is something that parents can work on over a period of time. So pickiness doesn't mean kutti kadikilla adondonna kodutittu കാര്യങ്ങളൊന്നും. Our job is to work at it. Whatever they are picky about, we can modify how it is presented. We can modify texture, we can modify taste, mix it with other foods. കുട്ടികളെ പറ്റിക്കാൻ ഈസി അല്ല, പക്ഷേ we have always have to try. Because the end goal is to make sure they're healthy, they get the amount of nutrition. So rather than try multivitamin syrups which are healthy, we can definitely try to give the vegetables which have the same multivitamins and minerals and everything, and nutrition. As part of the family meal, the healthy habits build up in the time കൂടിയാണ്. The investment that you put in these early years will bear fruit sometime in the future. ഓക്കെ. ഇപ്പോൾ ഇതിൽ നിന്നും സിമിലർ തന്നെയാണ് ഇപ്പോൾ ഒരു സ്പെഷ്യൽ നീഡുള്ള ഒരു കുട്ടിക്കും ഫുഡ് സ്പെസിഫിസിറ്റി ഉണ്ടായിരിക്കും, ചില ഭക്ഷണങ്ങൾ കഴിക്കില്ലായിരിക്കും. അപ്പോൾ നോർമൽ കുട്ടിയിൽ നിന്ന് ഡിഫറെൻ്റ് ആണോ ഇവർക്ക് കാണുന്ന ഈ ഫുഡ് സ്പെസിഫിസിറ്റി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫുഡ് പിക്ക് ഈറ്റിംഗ് അവരുടെ ഇടയിൽ കാണുന്നത്, അതോ ഇസ് ഇറ്റ് സിമിലർ വേ നമ്മളിപ്പോൾ സാർ പറഞ്ഞ സെയിം റെക്കമെൻഡേഷൻ തന്നെയാണോ അതിലും ഫോളോ ചെയ്യേണ്ടത്? സിമിലർ എന്നുള്ളതിൽ യെസ് ആൻഡ് നോ. കാരണം സ്പെഷ്യൽ നീഡ്സ് കിഡ്സ് as far as I'm concerned, they are also normal children. So everything that a normal child can do, they are very likely to do. So just have that pickiness, that trying to assert their independence, likes and dislikes, and even especially with food. Of course, unfortunately, with special needs children, especially ones that have sensitivity to textures, taste, smell, sensitivity to ഉദ്ദേശിക്കുന്നത് അമിതമായിട്ടുള്ള ഒരു റിയാക്ഷൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതെങ്കിൽ ഫോഴ്സിങ് ദം ഇസ് ദ വേഴ്സ്റ്റ് തിങ് യു കൻ ഡു. Gentle encouragement usually works. And of course, ഓവർട്ടായിട്ട് കാണുന്ന ഒരു ബിഹേവിയർ ഓർ സിംറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദി അണ്ടർലൈങ് ഫാക്ടർ? Are we addressing it? Is the child getting the right amount of care or even professional help? And that's another thing that we try to see. So if the child is developmentally delayed, we ask parents, okay, they are very likely to be picky. We are likely to fall back on the nutritional aspect of things. But are we working on things for the long term? Just addressing their developmental issues. Are we working with them in terms of showing them this is fine?
addressing texture issues, working with a speech therapist. So all those things. So it's a slightly multidisciplinary aspect like it. Again, parents are first therapists. The child, you're the first therapist for your own child. So they have to start working on it, and of course, with professional guidance, things work out eventually. But it's a very hard thing to do for parents, mentally and physically and behavior-wise too. It's a very, very hard thing to do. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫുഡ് പാറ്റേണും ഹാബിറ്റ്സും മാറി വരുവാണ്. ഇപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ജങ്ക് ഫുഡിനോടാണ് താല്പര്യം. അവർക്ക് ഓപ്ഷൻസ് കൂടി ജങ്ക് ഫുഡിൽ തന്നെ. അപ്പോൾ അത് അവരുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? Right. So ഒരു evolutionary aspect നോക്കുകയാണെങ്കിൽ every animal, even herbivores, sometimes look for salt. Salt is sometimes hard to find in nature. So salt seeking എന്നുള്ള നമുക്ക് naturally available. It is also very, very evolutionarily, if you look at people, we are trying to look for calories. Unfortunately or fortunately, both these things we find very tasty. The രണ്ട് foods we actively seek out and we find some sort of extra happiness. Also goes for sweet foods. When junk നമ്മൾ ഉദ്ദേശിക്കുന്നത്, when nutritionists, we talk to nutritionists, or when we pediatricians use the word junk food, what we really mean is something that is provides you calories and not very much nutrition, but definitely the wrong proportion. So in a way, any food can be junk food, but specifically foods that are very, very high in fats, unhealthy fats especially, very, very high in carbohydrates, salty or extra sweet, but provide you minimal amounts of other nutrients, of course protein, vitamins, minerals, trace elements. And to a huge extent, fiber. ഇതൊന്നും ഇല്ലാത്ത in the right combination ഇല്ലാത്ത fruits. Everybody, you had potato chips or French fries, you understand. കഴിച്ചു പോകും. മലയാളികളാണെങ്കിൽ banana chips, ഉപ്പേരി ആണെങ്കിൽ ചോറ്. Some things you are trained to eat a lot, and then before your brain kicks in and says, "No, I'm full," you've already taken a lot of calories. So that, unfortunately, is a problem. So evolutionarily, we have to change what we look for. Now, children have no self-control. Children have no filter. So, കുട്ടികൾ തന്നെ കടയിൽ പോയി ഇതൊന്നും മേടിക്കാറില്ല. It is all provided to them. There are habits that are formed, and therefore there are habits that can be modified. If it's not available at home, the child will not get it. The idea is not to make children miserable by not giving them some of these food. The idea is to make sure you limit the portions, limit the situations, and limit the times. So, കഴിക്കുന്ന സമയത്ത് I have to watch TV and I want French fries all the time. It's a very, very wrong combination. Children should know this is the right time to eat food. It's the right situation. This is how much I get. I will get these things for snacks. So the idea is also to tell them, unless the child has a problem with understanding speech and what's explained to them. Every child will understand, okay, this is my snack, I can only eat this now. It's available, but I'll get it the next time. So the idea is to make sure a child gets to sample and savor everything, but at the right time. The right. ഓക്കെ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഇത് അവരുടെ കഴിക്കുന്ന ഫുഡിന് മാത്രം ഒരു റീസൺ ആണോ, അതോ മെഡിക്കലി വേറെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ കോൺസ്റ്റിപ്പേഷൻ കുട്ടികളിൽ വരാം? ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. നേരത്തെ ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ പ്രൈമറി കമ്പോണൻസ് ഓഫ് healthy diet is also നല്ലൊരു amount of fiber, പിഷിഡിൻ്റെ അംശം ഉള്ളത്. അപ്പം അത് കൂടുതലും ഉള്ളത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ് ഫൈബർ. സോ സ്റ്റൂൾ അല്ലെങ്കിൽ മലത്തിലേക്ക് ബൾക്ക് ആഡ് ചെയ്യുന്നതാണ് ഫൈബർ എന്നുള്ളത്. അപ്പം ഓഫ് കോഴ്സ് ഗുഡ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻടേക്ക്, ഗുഡ് ഫൈബർ ഇൻടേക്ക്, ഇത് രണ്ടും കോൺട്രിബ്യൂട്ട്സ് ടു പ്രോപ്പർ നോർമൽ റെഗുലർ ബൗൾ മൂവ്മെന്റ്സ്. കുട്ടികളിൽ ബൗൾ മൂവ്മെന്റ്സ് ഷുഡ് ബി റെഗുലർ, എഫേർട്ട്ലെസ് ആയിരിക്കും, ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ, പെയിൻഫുൾ ആവാതെ. They should have a healthy relationship, but not fear it. Once there is constipation for various different reasons, poor fiber intake, or they just couldn't eat. When you're sick for a few days, some children are not able to eat properly for a few days. Poor appetite. So then it becomes a problem where the child is constipated. ഒരു പ്രാവശ്യം പോകുമ്പോൾ വേദന എടുത്തു,
2 വയസ്സുകാരൻ അല്ലെങ്കിൽ കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈം ശരിയാവും എന്നുള്ളത് പിടിച്ചു വെക്കാൻ നോക്കണം. അപ്പോൾ അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ബിക്കംസ് ഒരു വിഷ്യസ് സൈക്കിൾ വരുന്നത്. സംടൈംസ് ഇറ്റ് ഇസ് ഹാർഡ് ടു ബ്രേക്ക്. അപ്പം ഓൾ ദ മോർ റീസൺ ഫോർ പാരൻസ് ടു ഹെൽത്തി റെഗുലർ ഫൈബർ ഇൻടേക്ക്, ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് ഫൈബർ. റെഗുലർ ഫൈബർ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഇസ് റിലേറ്റീവ്ലി ഈസി ടു അഡ്രസ് ഇൻ പ്രിവെന്റ്. ഓക്കെ അത് ആക്ച്വലി വലിയൊരു പോയിന്റ് ആണ് സാർ. ബിക്കോസ് നമ്മൾ എപ്പോഴും അത് മിസ് ഔട്ട് ആവാറുണ്ട്. പിന്നെ ഓൾസോ ദ അഡിക്വേറ്റ് പ്രൊപ്പോർഷൻ ലൈക്ക് യു സെറ്റ് നമ്മൾ കറക്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. പിന്നെ വൺ മോർ ഡൗട്ട് നമുക്കുള്ളത്, ഈ കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ ബേബി ലോഷൻസും പൗഡേഴ്സും ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ എന്തെങ്കിലും ഒരു ഹാർംഫുൾ എഫക്റ്റ് അതിനുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫ്രം എ പാരന്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനത്തെ പ്രോഡക്ട്സ് ഒരു കുട്ടിക്ക് യൂസ് ചെയ്യുമ്പോൾ? So, infants, newborns, infants, toddlers, babies ഉദ്ദേശിക്കുന്നത് ജനറൽ ഏജ് ഗ്രൂപ്പിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഹ്യൂമൻ സ്കിന്നിന് എക്സ്ട്രാ പ്രോഡക്ട്സിന്റെ ആവശ്യമില്ല. മെഡിക്കൽ സ്റ്റാൻഡ് പോയിന്റ് എക്സ്ട്രാ പ്രോഡക്റ്റിന്റെ ആവശ്യമില്ല. ഓഫ് കോഴ്സ് ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ള കുട്ടികളുണ്ട്, ഫീലിംഗ് ഒക്കെ കാണുവാണ്, യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. യൂഷ്വലി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് വാട്ട് എവർ പ്രോഡക്റ്റ് യു ഫീൽ ലൈക്ക് യൂസിങ് യു ക്യാൻ. പക്ഷെ ഐഡിയലി അൺസെൻറ്റഡ് ആയിട്ട് സ്പെസിഫിക്കലി ഫോർ ഇൻഫൻസ് ആൻഡ് ബേബീസ് ആണെന്നുണ്ടെങ്കിൽ ജനറലി യൂസ് what we call gentler chemicals, more moisturizing ആയിട്ടുള്ള പ്രോഡക്ട്സ് ഓഫ് ലോഷൻസ്, ക്രീംസ് അത് യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. only if you have to and you want to. The ideal thing that to do is fragrance free ആണെന്നുണ്ടെങ്കിൽ that is one less chemical that you can use. കുട്ടികളുടെ സ്കിൻ is very not fragile, it's very tender and easy to irritate. So you don't want to add something. കുട്ടികളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവരെ ഹേർട്ട് ചെയ്യുക. അങ്ങനെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കൺസേൺ. ജനറലി ബേബി പൗഡേഴ്സും ഇതുപോലെ ഇൻഫന്റ് സ്കിൻ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് പാരൻസ് യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കീപ് യുവർ ചൈൽഡ് ഡ്രൈ, എസ്പെഷ്യലി ഫോൾഡ്സ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്വെറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്വെറ്റ് അവിടെ കോസ് ഇറിറ്റേഷൻ, സ്കിൻ ബ്രേക്ക് ഡൗൺ. അത് കാരണമുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി പൗഡേഴ്സ് ആർ ജനറലി an okay option. I wouldn't say it is recommended, I wouldn't say it's not recommended, it's generally an okay option. ഓക്കെ. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു മിത്തായിരിക്കാം, പ്രായമുള്ള ആളുകളാണ് കൂടുതൽ ചെയ്യുന്നത്, ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്, തേൻ കൊടുക്കുക അല്ലെങ്കിൽ ആവണക്കെണ്ണ കൊടുക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ജനറലി നമ്മുടെ ഒരു ട്രഡീഷൻ്റെ പാർട്ടായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മെഡിക്കൽ സൈഡ് എന്തായിരിക്കും? അതിന് മെഡിക്കൽ സൈഡ് ഉണ്ടോ? Definitely medical side ഉണ്ട്. The idea is safety first thing. Whatever food കൊടുക്കുന്നത് is it safe for the child? ഉണ്ടായിട്ടാണ് സപ്ലിമെന്റ് ആയിട്ടാണെങ്കിൽ സേഫ് ഇസ് നെസസറി എന്നുള്ളതാണ് the other question. ന്യൂ ബോണിന് തേൻ ഗോൾഡ് വരച്ചു കൊടുക്കുന്ന വായിൽ വെച്ച് കൊടുക്കുന്നവരുണ്ട്. നമ്മുടെ അതിന്റെ ഉദ്ദേശം ഇസ് വൺ തിങ്. പക്ഷെ മെഡിക്കൽ ആസ്പെക്റ്റിൽ gold does not add any nutrition. Is it safe? Hard to say. Is it healthy? Again, it's a noble element, inert. So how you give it is also the problem. So I wouldn't say it is recommended. Thain is a good supplement. It helps in a lot of ways. But under the age of 1, it is not safe. Absolutely not safe. It is not recommended by any competent professional group or authority. But over the age of 1, it is recommended for different reasons. Be used for children. From a newborn till the age of 1, they recommended Avanakanna, absolutely not. Again, it's not a medical therapy. It can cause gastrointestinal upset. Those are things that you don't want to do. At least from birth until the age of 6 months, ഒരു കുട്ടിക്കും അമ്മയുടെ മുലപ്പാല് ബെസ്റ്റ് ഫുഡ്. സെക്കൻഡ് ബെസ്റ്റ് മുലപ്പാലാണ്. തേർഡ് ബെസ്റ്റ് മേ ബി അക്സെപ്റ്റഡ് പ്രോപ്പർ നോർമൽ ആയിട്ടുള്ള ഫോർമുല റൈറ്റ് വേ ഇസ് ഓൾസോ അക്സെപ്റ്റബിൾ. പാരൻസ് ചോയ്സ് വാട്ട് എവർ റീസൺ ഇറ്റ് ഇസ് ദാറ്റ് യു ഹാവ് ടു ഗിവ് ഇറ്റ് ഇസ് അക്സെപ്റ്റബിൾ. അതും പിന്നെ റെക്കമെൻഡ് അല്ലാത്ത റെക്കമെൻഡ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെന്റ്, വൈറ്റമിൻ ഡി സ്പെഷ്യലി വൈറ്റമിൻ ഡി ആയിട്ട് ന്യൂട്രീഷൻ സപ്ലിമെന്റ് അല്ലാതെ ഒരു കുട്ടിക്ക് വേറെ ഒരു എക്സ്ട്രാ ന്യൂട്രീഷൻ്റെ ബൈ മൗത്ത് എക്സ്ട്രാ ആവശ്യം. It's a long-winded answer, but in short, honey, gold, avanakanna അങ്ങനെയുള്ള സാധനങ്ങൾ under the age of 6 months, absolutely not. avanakanna അത് കഴിഞ്ഞാലും without medical supervision, no. Gold
not really. Honey, after the age of 1, it is probably safe to use for various reasons. ഇപ്പോൾ ജനറലി നമ്മൾ കണ്ടുവരുന്നതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോമൺലി അത് ദിസ് ഈസ് ഓക്കെ എന്ന് തോന്നി, പക്ഷെ അത് ആക്ച്വലി ഒരു വലിയൊരു തെറ്റായിട്ട് സാറിൻ്റെ പ്രാക്ടീസിൽ ഇപ്പോൾ പാരൻസ് ചോദിച്ചൊരു കാര്യമായിരിക്കാം. വളരെ യൂഷ്വലി നമ്മൾ എന്താ പറയുക, എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ജനറലി സാർ കണ്ടിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു വളരെ വലിയൊരു തെറ്റായിട്ടുള്ള റീസൺ നമ്മൾ പാരൻസ് ചെയ്യുന്നതിലൊരു കാര്യം ഉണ്ടോ? കുറച്ചുണ്ട്. ഇപ്പം ഗോയിങ് ബാക്ക് ടു പാരൻസിന്റെ ഇൻസ്റ്റിങ്ക്റ്റ്, നമ്മള് ലോട്ട് ഓഫ് ദിസ് ഇസ് ജനറേഷണൽ നോളജ്. അതായത് ഇപ്പോഴത്തെ മുതിർന്നവർ അല്ലെങ്കിൽ കുട്ടികളെ വളർത്തിയിട്ടുള്ളവർ പറഞ്ഞു, എന്നെ വളർത്തിയുള്ള ആൾ പറഞ്ഞു ഇങ്ങനെ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്. മെജോറിറ്റി ഓഫ് ദ ടൈം ഞാൻ അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും ഇറ്റ് ആക്ച്വലി വെരി ഗുഡ് ഇൻഫർമേഷൻ. കുട്ടിയെ എങ്ങനെ ഹോൾഡ് ചെയ്യണം, എങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, ബ്രസ്റ്റ് ഫീഡിങ്ങുള്ള എൻകറേജ്മെന്റ് ദാറ്റ് യൂഷ്വലി കംസ് ഫ്രം ഓൾഡർ ലേഡീസ് ദാറ്റ് ആർ ഇൻ ദ ഫാമിലി. അതെന്നുള്ള adequate support and encouragement. So in a way, as a pediatrician, എൻ്റെ ഏറ്റവും ബിഗസ്റ്റ് സപ്പോർട്ട് ഗ്രൂപ്പ് ഈ മദറിന്റെ കൂടെയുള്ള ഫാമിലിയാണ്. ബിക്കോസ് എനിക്ക് വരാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ഇറ്റ്സ് ഓൾറെഡി ബീൻ ആൻസർഡ്. എനിക്ക് കൊടുക്കേണ്ടി വരുന്ന കുറെ മോറൽ ആൻഡ് മെന്റൽ സപ്പോർട്ട് ഇസ് ഓൾറെഡി ബീൻ ഗിവൺ. സോ ഹാഫ് മൈ ജോബ് ഇസ് ഡൺ. ഓൺ ദി അതർ ഹാൻഡ്, ചില സമയത്ത് സം തോട്ട്സ് ദാറ്റ് ആർ നോട്ട് ബേസ്ഡ് ഓൺ സയൻസ് ഓവർ ദ പീരിയഡ് ഓഫ് ടൈം നമ്മളത് അങ്ങനെയല്ല, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് കോൾഡ് അല്ലെങ്കിൽ ജലദോഷം എന്നുള്ള പദം വെസ്റ്റേൺ സിവിലൈസേഷൻ അതിന് കോൾഡ് എന്നും നമ്മുടെ സിവിലൈസേഷനിൽ അതിനെ മലയാളികൾ ജലദോഷം എന്ന് പറയുന്നത് വാട്ടറുമായിട്ട് പ്രത്യേകിച്ച് വലിയ ബന്ധമില്ല, തണുത്ത ടെമ്പറേച്ചർ എന്നുള്ളതായിട്ട് വലിയ ബന്ധമില്ല. എന്നാലും അപ്പോൾ പനിയുള്ള സമയത്ത് കുളിക്കാൻ പാടില്ല, രാത്രിയായാലും കുളിക്കാൻ പാടില്ല, നീരിറങ്ങും എന്നൊക്കെയുള്ള ചില ആസ്പെക്ട്സ് മെഡിക്കലി അൺഫൗണ്ടഡ് ആണ്. പ്രത്യേകിച്ച് സിക്നെസ് ആയിട്ട് വലിയ ബന്ധമില്ല. അതുപോലെ തന്നെ തണുത്ത സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതും കുടിക്കുന്നതും തൊണ്ടവേദനയായിട്ട് ചൈൽഡ് ഇസ് മോർ കംഫർട്ടബിൾ ഡ്രിങ്കിങ് സംതിങ് ദാറ്റ് ഇസ് കൂൾ ഓർ കോൾഡ്, അതിന് കുഴപ്പമൊന്നുമില്ല. വാം അല്ലെങ്കിൽ ഹോട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇൻ എ സേഫ് മാനർ അത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ബട്ട് ടെമ്പറേച്ചർ ഹാസ് റിയലി നത്തിങ് ടു ഡു വിത്ത് ബിക്കമിങ് ഇൽ ഓർ ജലദോഷം അല്ലെങ്കിൽ സിക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്ത അല്ലെങ്കിൽ ചൂടായിട്ടുള്ള കഴിച്ചു പറഞ്ഞുകൊണ്ട് വലിയ വ്യത്യാസം വരാനുള്ളത്. ആശ്വാസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലീസ്, ഇല്ലെങ്കിൽ ഡിഫറൻസ്. പിന്നെ ഉള്ളത് പാലും തൈരും ജലദോഷം കഫം ആയിട്ടുള്ളൊരു ബന്ധം, അതും ഇറ്റ് ഇസ് മെഡിക്കലി കൺഫേംഡ്. ദർ ഇസ് മെഡിക്കൽ എവിഡൻസ്. So when I say something, it is not Dr. Arun Joseph, our consultant pediatrician, saying this. This is backed by medical science. And here is a representative of medical science and evidence-based medicine. There is no evidence for us to say that ഈ പാല് കുടിച്ചാൽ കഫത്തിന്റെ കട്ടി കൂടും, കഫത്തിന്റെ ഉൽപാദനം കൂടും. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് നമ്മളെല്ലാവരും ഫുഡ്സ്, നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ, കുടിക്കുന്ന സാധനങ്ങളെല്ലാം കുടലിലും ആമാശയത്തിലൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നത് അവിടെയും മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ട്, കഫത്തിന്റെ ഉൽപാദനം ഉണ്ട്. നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അസുഖത്തിന്റെ ഭാഗമായിട്ട് കഫത്തിന്റെ പ്രൊഡക്ഷൻ കൂടും. പാല് കുടിച്ചു എന്ന് പറഞ്ഞാൽ കൂടുതൽ പറയുകയോ ചെയ്യുന്നതായിട്ടുള്ള എവിഡൻസ് ഇല്ല. അപ്പൊ അങ്ങനെ രണ്ട് മേജർ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ലോട്ട് ഓഫ് ദിസ് ഇൻഫർമേഷൻ, ജനറേഷണൽ നോളജ് അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ടേക്ക് കെയർ ഓഫ് ചൈൽഡ് ഇങ്ങനെയുള്ളത്. ഓൺ ദി അതർ ഹാൻഡ് ഒരു ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നതും ഇതുപോലെയുള്ള ഫാമിലി സപ്പോർട്ട് ഗ്രൂപ്പ്സും എല്ലാവരും. ദാറ്റ് ഇസ് ഓൾസോ നോളജ്. മെഡിക്കലായിട്ടുള്ള ട്രെയിനിങ് ഉള്ള ഒരാളെ കാണിച്ചാൽ കുട്ടികളുടെ അസുഖത്തിന്റെ ഡീറ്റെയിൽസ് എന്താ ചെയ്യേണ്ടതെന്നുള്ള പ്രതിവിധിയും ഒരു ഐഡിയയും കിട്ടുന്നുള്ളതും ദാറ്റ് ഇസ് ഓൾസോ സൊസൈറ്റി തരുന്ന നോളജ്. നോട്ട് ഓൾ ഓഫ് ദാറ്റ് ഇസ് ഓൾവേസ് ബാഡ്, നോട്ട് ഓൾ ഓഫ് ദാറ്റ് ഇസ് ഓൾവേസ് മിസ്ഇൻഫർമേഷൻ. സംടൈംസ് വി ഹാവ് ടു കറക്റ്റ്. നിങ്ങളുടെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഞങ്ങൾക്ക് സമയമെടുക്കേണ്ടി വരാറുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ ഒരു നോർമൽ പാരൻറ്റ് പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടൊരു കുട്ടീനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പാരൻറ്റിന് കീപ്പ് ഇൻ മൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ വി ഹാവ് ടു തിങ്ക് ദിസ് ആർ 3 മേജർ പോയിന്റ്സ് ടു കീപ്പ് ഇൻ മൈൻഡ്, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ എന്തായിരിക്കും? 3-ൽ കൂടുതലുണ്ടെങ്കിൽ 3-ൽ കൂടുതൽ പറയാം. പേഴ്സണലി സ്പീക്കിംഗ്, ഓഫ് കോഴ്സ് ഫുഡ് കറക്റ്റായിട്ടുള്ള ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്തില്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിരിക്കും. അത് കഴിഞ്ഞാൽ പീഡിയാട്രിഷ്യന്മാരുടെ വളരെ വളരെ ഹാർട്ടിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വാക്സിനേഷൻ. സോ
അവൈലബിൾ ആയിട്ടുള്ള വാക്സിനേഷൻസ് റൈറ്റ് ടൈം റൈറ്റ് ഷെഡ്യൂളിൽ കൊടുക്കുന്ന ഇറ്റ് ഇസ് വൺ ബിഗ് ഇൻവെസ്റ്റ്മെന്റ് യു ക്യാൻ മേക്ക്. കുട്ടിയെ കുത്തി നോവിച്ച് കരയിപ്പിക്കണം എന്ന് പറഞ്ഞ് വാക്സിൻ കൊടുക്കണം ഒരു പീഡിയാട്രിഷ്യൻ ആഗ്രഹിക്കും. ഞങ്ങൾക്ക് അറിയാം കുട്ടിക്ക് അറിയും, പക്ഷേ ഓവറോൾ ഹെൽത്തിന് നല്ല ഗുണം ചെയ്യത്തുള്ളൂ എന്നുള്ളതിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. അപ്പം റൈറ്റ് ഷെഡ്യൂൾ റൈറ്റ് ടൈമിൽ വാക്സിനേഷൻ എടുപ്പിക്കുന്നത് ഇറ്റ്സ് വൺ ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ടുവേർഡ്സ് ഫ്യൂച്ചർ ഹെൽത്ത്. ലവിങ് എൻവയൺമെന്റ് at home. ഡെവലപ്പിംഗ് കുട്ടിക്ക് അമ്മ, അച്ഛൻ, സിബ്ലിങ്സ്, എക്സ്റ്റൻഡഡ് ഫാമിലി, ഫ്രണ്ട്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഉള്ളത് നമ്മുടെ നാട്ടുനടപ്പാണ് ഉണ്ട്. പക്ഷെ അത് റീട്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. ഇറ്റ് ഇസ് ഓൾസോ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ നോട്ട് ജസ്റ്റ് ഫിസിക്കൽ ഗ്രോത്ത് ഹെൽത്ത് മാത്രമല്ല, കുട്ടികൾ ദേ ലേൺ ടു ഇന്ററാക്ട് വിത്ത് ദ സൊസൈറ്റി ഇവൻച്വലി ഇനിഷ്യലി ത്രൂ interaction with family, then through play. Play എന്നുള്ളത് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ mental growth, for interpersonal relationships, even physical development. ഈ ഫൈൻ മോട്ടർ ഡെവലപ്മെന്റ് കുട്ടി ടോയ്സ് അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് മേടിക്കുന്നു, ടോയ്സ് വെച്ച് കളിക്കും, കോഓപ്പറേറ്റീവ് പ്ലേ, ഇതെല്ലാം ഇറ്റ് ഇസ് ഡെവലപ്പ് ത്രൂ an environment where this is available. കുട്ടികളെ സ്കൂളിൽ വിടുമ്പോഴും ടേക്ക് കെയറിലാക്കുമ്പോഴും മാതാപിതാക്കൾക്ക് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് മാറി നിൽക്കുന്നു, കരയുമോ വിഷമിക്കുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ once they start interacting with their peers in that environment, it is actually a good thing for them. But those are three major things. If you push me, limit me to 3 points. There are many points. Three major things I think would be, of course, food and nutrition, vaccinations, long-term health. Food and nutrition, of course, would come food habits, not just providing them with actual in your mouth food habits. Vaccination, of course, that could proper family environment. ഓക്കെ, വൺ മോർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഭയങ്കര ന്യൂക്ലിയർ ഫാമിലി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ വളർന്നു വരുന്നത് തന്നെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഒരു പാർട്ട് കുറവാണ് കമ്പയർഡ് ടു നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യത്തിനേക്കാളും. അപ്പോൾ കുറച്ചും കൂടി ബേബി സിറ്റിങ്ങിനായിട്ട് പാരൻസ് ഉപയോഗിക്കുന്നത് TV, സ്ക്രീൻസ്, മൊബൈൽ ഫോൺസ് ആണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് അപകടങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പീഡിയാട്രിഷ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അതിൽ നമ്മൾ ഒരുപാട് സ്ക്രീൻ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് സ്ക്രീൻ, എന്ത് തരം സ്ക്രീൻ ആണെങ്കിലും അതിന് പുറകിലുള്ള ഒരു ആപത്ത് എന്താണ്? ആപത്തുകളെക്കാട്ടിലും കൂടുതൽ talk about recommendations. So these are evidence-based and consensus-based. A lot of pediatricians, a lot of professionals come together and say, okay, well, it is a reality. Screens are available all the time. ഒരു ആവറേജ് അഡൽട്ടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ സ്ക്രീനിൽ മെനി അവേഴ്സ് നോക്കി എൻ്റർടൈൻഡ് ആവാറുണ്ട്, ഇൻവോൾവ് ആവാറുണ്ട്, ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പം കുട്ടികൾ നമ്പർ 1 അത് കാണുന്നുണ്ട്. എക്സ്ട്രീംലി ഒബ്സർവൻറ്റ്. Their brains are like sponges. They observe a lot of information and cues from behavior. കുട്ടി വീണ് കഴിഞ്ഞാൽ അമ്മയാണ് ആദ്യം നോക്കുന്നത്, ഞാൻ എങ്ങനെ ഇതിനോട് റിയാക്ട് ചെയ്യണം, കരയണോ കുഴപ്പമില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കുട്ടികളും they start expecting. And it is entertainment. Problem is ആ എന്റർടൈൻമെന്റ് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റർപേഴ്സണൽ ഒരു ഇന്ററാക്ഷനോ ഒരു ഇന്ററാക്റ്റീവ് പ്ലേ എന്നുള്ള കിട്ടാറുണ്ട്. ഇറ്റ് ഇസ് ജസ്റ്റ് വൺ വേ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫ്ലോ ആണ്. ഫിസിക്കൽ ആസ്പെക്ട്സ് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇന്ററാക്ഷന്റെ പ്രോബ്ലം വരാറുണ്ട്. ന്യൂക്ലിയർ ഫാമിലീസിന്റെ പാരന്റ്സിന് ചോയ്സ്, പാരന്റ്സിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടി ഹാസ് ടു ബി ഓക്യുപൈഡ്. അപ്പം ടോയ്സ് കിട്ടാത്തൊരു എൻവയൺമെന്റ് അല്ല നടത്തുന്നത്. സേഫ് ആയിട്ടുള്ള ടോയ്സ്, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോയ്സ് ഷുഡ് ബി ഫസ്റ്റ് ടൈം. കീപ് ദി ചൈൽഡ് ഓക്യുപൈഡ്, help your child, or you can help yourself play with the child with toys. അപ്പോൾ അത് രണ്ടുമുണ്ട്. പിന്നെ if you use the screen, when I say screen I mean TV, tablet, phone, any of these electronic any of these electronic devices that can be used. അതിൽ തെറ്റില്ല. The recommendation is ideally limited to less than 1 hour a day combined. Any of the screen time reduce it to 1 hour per day. Ideally not in children, absolutely not in children under 2 years of age. Our screen time ആവശ്യമില്ല. അത് medical recommendation. Reality is different. So as little as possible and ideally not connected with other activities. കുട്ടി കഴിക്കുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ സ്ക്രീൻ കാണിക്കുന്നു പറയുമ്പോഴത്തേക്കും നെക്സ്റ്റ് ടൈം കഴിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് സ്ക്രീൻ കണ്ടേ പറ്റും എന്നുള്ള കണക്ഷൻ വരും. That connection will be hard to break, especially in a small child or a toddler.
So that is the wrong connection to make. Dining table, family sitting together, we're all having a meal എന്നുള്ള കാര്യമാണ്. Reality is different, so parents have to make appropriate changes. The interaction problem is also a big problem is supervision. What is the child watching? എന്ത് സോർട്ട് ഓഫ് കണ്ടന്റ് ആണ് ആ കണ്ടന്റിൽ എന്തുണ്ട്, ഏജ് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി ഒരു ഫുട്ബോൾ പ്ലേയേഴ്സ് കളിക്കുന്ന വീഴുന്നു എന്നുള്ളത് കാണുന്നത് വെച്ച് ഒരു 2 വയസ്സുള്ള കുട്ടി അതേ വീഡിയോ പ്രോബ്ലി നോട്ട് ഏജ് അപ്രോപ്രിയേറ്റ് ഫോർ ദാറ്റ് യെറ്റ്. അപ്പോൾ അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വീഡിയോ ആണോ കാണുന്നത്, വാട്ട് ചാനൽസ് ആണ് വാച്ചിങ്, പാരൻസും കൂടെ കണ്ട് ഉള്ളതാണോ. യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് കിഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, parental controls. അപ്പോൾ അങ്ങനെയുള്ളത് what you can do is limit screen time, limit safety or limit modify how your child is being safe online. പണ്ട് കുറെ കൺസേൺസ് ഉണ്ടായിരുന്നു ചിൽഡ്രൻസ് വീഡിയോയുടെ ഇടയ്ക്ക് വേറെ വീഡിയോസ് കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പം ദോസ് ആർ തിങ്സ് ദറ്റ് യു റിക്വയർ. ഇറ്റ്സ് നോട്ട് എ ബേബി സിറ്റർ, ഇറ്റ്സ് എ ടൂൾ ടു ഹെൽപ്പ് യു മാനേജ് യുവർ ചൈൽഡ്സ് play and interaction while you are slightly distracted എന്നുള്ളത് parents use ചെയ്യാൻ പറ്റും. So safety is number one. Appropriateness, the amount of time, that stuff. And you should be aware that you should still interact with your child, have play with other children. ഇതെല്ലാത്തിനും ഒരു എക്സ്ട്രാ ഒരു ക്ലച്ച് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സഹായി ആയിട്ടേ ഉള്ളൂ ഇലക്ട്രോണിക് മീഡിയ എന്നുള്ളത് പാരൻസ് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഒരുപാട് ക്വസ്റ്റ്യൻസിന് വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റി ഞങ്ങൾക്ക്. സോ താങ്ക് യു ഫോർ ജോയിനിങ് us today. Thank you. I'm happy to be here.